ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ്. ഇത് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു മസാല ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഈ കൊഞ്ചുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. നല്ലൊരു മണമാണ്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വറക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടും ചെയ്യാം, ഫ്രൈ ചെയ്യാതെയും ചെയ്യാം. രണ്ടായാലും നല്ലത് തന്നെയാണ്. കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു നാരുണ്ട്. അപ്പോൾ അത് എടുത്ത് കളയണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 തണ്ട് കറിവേപ്പിലയാണ്. അളവുകൾ കറക്റ്റായിട്ട് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇന്ന് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അതൊന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർക്കുക. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്തിട്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 7 അല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതൽ ചേർക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ടൊരു മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ നല്ലൊരു വലിയ സവാള വരെ ആവാം, ഒരെണ്ണം ചേർത്താലും മതി. ഇതൊരു 20-25 ചെറിയ ഉള്ളിക്ക് മുകളിലുണ്ടാവും. ഇത് ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഒരുപാട് മസാലകളൊന്നും വാരി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതുപോലെ നല്ല പഴുത്ത തക്കാളി വേണം. ഒരു ചെറിയ തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർത്ത ശേഷം അതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർക്കണം. കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനിതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിതിൽ വെള്ളം കുറച്ച് വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ്.